സ്മാർട്ട് സിറ്റി കൊച്ചി പദ്ധതിക്കായി ടികോമിന് നൽകിയ ഭൂമി തിരിച്ചുപിടിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. 246 ഏക്കർ ഭൂമിയാണ് ടികോമിന്റെ കൈവശമുള്ളത്. ചർച്ച നടത്തി പിന്മാറ്റ നയം രൂപീകരിക്കാനും തീരുമാനമുണ്ടായിട്ടുണ്ട്. വിശദവിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജ് ചേരുന്നുണ്ട്. അർജുൻ, വിശദാംശങ്ങൾ. കഴിഞ്ഞ VS സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടീക്കോവുമായി ഒരു കരാർ സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കുന്നത്. 240 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള തുക ടീകോമാണെന്ന് ചെലവഴിച്ചത്. 104 കോടിയോളം രൂപയാണ് അന്ന് ടീകോം ഇതിനായി ചെലവഴിച്ചത്. അതിനുശേഷം ഇപ്പോൾ ടീകോമിനെ ഈ പദ്ധതിയിൽ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് മന്ത്രിസഭാ യോഗം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിലാണ് ടീകോമിനെ ഇതിൽ നിന്ന് പിന്മാറ്റാനുള്ള തീരുമാനം അംഗീകരിച്ചിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതിയുടെ ശുപാർശ പരിഗണിച്ചുകൊണ്ടാണ് മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടീകോം തന്നെ ഇക്കാര്യത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിന്മാറാനുള്ള ഒരു ആവശ്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ടീകോമിനെ ഇക്കാര്യത്തിൽ പിന്മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, ടീകോം ഏറ്റെടുത്ത ഭൂമി സംസ്ഥാന സർക്കാർ തിരിച്ചുപിടിക്കും. ഇതിന് വേണ്ട തുക, നഷ്ടപരിഹാര തുക എത്ര രൂപയാണെന്നുള്ളത് നിശ്ചയിച്ച് അത് ടീകോമിന് നൽകാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ടീകോവുമായി ഒരു ചർച്ച നടത്തിക്കൊണ്ടായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. പരസ്പര ധാരണയോടെ ഒരു പിന്മാറ്റ നയം രൂപീകരിച്ചുകൊണ്ടായിരിക്കും നഷ്ടപരിഹാര തുക എത്രയാണ്, അത് എത്ര രൂപയാണ് നൽകേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഇത് സംബന്ധിച്ച് ഒരു വിദഗ്ധ സമിതിയെയും സംസ്ഥാന സർക്കാർ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ IT മിഷൻ ഡയറക്ടർ, ഇൻഫോ പാർക്ക് CEO ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും ഈ കമ്മിറ്റിയിൽ ഉണ്ടാവുക. അവരുടെ തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നതും ഈ ഭൂമി തിരിച്ചുപിടിക്കുന്നതും ഉൾപ്പെടെയുള്ള മറ്റു നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.